അധ്യായം 101. അൽ ഖാരിയ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 11. നാമം. പ്രഥമ പദമായ അൽ ഖാരിയ ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വെറും പേര് മാത്രമല്ല, ഉള്ളടക്കത്തിന്റെ ശീർഷകവും കൂടിയാണ്. ഈ സൂറയിൽ പറയുന്നതത്രയും അന്ത്യനാളിനെക്കുറിച്ച് തന്നെയാണ്. അവതരണകാലം. ഈ സൂറ മക്കയിൽ അവതരിച്ചതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മക്കയിൽ പ്രവാചകത്വത്തിന്റെ ആദ്യ നാളുകളിൽ അവതരിച്ച സൂറകളിലൊന്നാണിതെന്ന് ഉള്ളടക്കം വ്യക്തമാക്കുന്നുണ്ട്. ഉള്ളടക്കം. ഉയിർത്തെഴുന്നേൽപ്പും പരലോകവുമാണ് ഈ സൂറയുടെ പ്രമേയം. ആദ്യമായി ഭീകരസംഭവം. എന്താണ് ഭീകരസംഭവം? ആ ഭീകരസംഭവം എന്തെന്ന് നിനക്കെന്തറിയാം എന്ന് പറഞ്ഞ് കേൾവിക്കാരിൽ ജിജ്ഞാസയുണർത്തുന്നു. ഇങ്ങനെ അനുവാചകരെ ഏതോ ഭീകരസംഭവം നടക്കാൻ പോകുന്നതിന്റെ വാർത്ത കേൾക്കാൻ ഉത്സുകരാക്കിയ ശേഷം 2 വചനങ്ങളിലായി അവരുടെ മുന്നിൽ അന്ത്യനാളിന്റെ ചിത്രം വരച്ചുകാട്ടുകയാണ്. അന്ന് ആളുകൾ വെപ്രാളപ്പെട്ട് വെളിച്ചത്തിന് ചുറ്റും പാറി നടക്കുന്ന പാറ്റകളെന്നോണം ചിതറിപ്പായുന്നതാണ്. പർവ്വതങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഇളകി ഉയർന്നു പോകും. അവയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോകും. അവ കടഞ്ഞെടുത്ത കമ്പിളി പോലെയായിത്തീരുന്നതാണ്. തുടർന്ന് പറയുന്നു, പരലോകത്ത് മനുഷ്യരെ വിചാരണ ചെയ്യാൻ സ്ഥാപിതമാകുന്ന ദൈവിക കോടതിയിൽ വിധി തീർപ്പുണ്ടാവുക ഒരുവന്റെ സൽക്കർമ്മങ്ങൾ അവന്റെ ദുഷ്കർമ്മങ്ങളെക്കാൾ കൂടുതലാണോ, അതല്ല അവന്റെ ദുഷ്കർമ്മമാണോ സൽക്കർമ്മത്തെക്കാൾ കൂടുതൽ എന്നതിനെ മാത്രം ആധാരമാക്കിയിട്ടായിരിക്കും. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ആനന്ദകരമായ ജീവിതത്തിന് സൗഭാഗ്യം സിദ്ധിക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ ആളിക്കത്തുന്ന നരകത്തിന്റെ അഗാധതയിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽ ഖാരിഅ. ഭീകരസംഭവം. അൽ ഖാരിഅ എന്നതിന് ആഘാതകരം എന്നാണ് അർത്ഥം. ഈ ഭാഷാർത്ഥം പരിഗണിച്ച് ഖാരിഅ എന്ന വാക്ക് ഭീകരസംഭവം, അത്യാഹിതം എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. വിപത്ത് ഭവിക്കുക എന്ന അർത്ഥത്തിൽ സൂറ അർ-റഅദ് 31 സൂക്തത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ അത് ഉപയോഗിച്ചത് അന്ത്യനാൾ എന്ന അർത്ഥത്തിലാണ്. സൂറ അൽ-ഹാഖ 4 സൂക്തത്തിലും അന്ത്യനാളിനെ ഈ പദം കൊണ്ട് വിശേഷിപ്പിച്ചതായി കാണാം. എന്നാൽ ഈ സന്ദർഭത്തിൽ ഉയിർത്തെഴുന്നേൽപ്പിന്റെ പ്രഥമഘട്ടം മുതൽ രക്ഷാശിക്ഷകളുടെ അന്ത്യഘട്ടം വരെയുള്ള മുഴുവൻ പരലോകത്തെയും ഒന്നിച്ചാണ് പരാമർശിക്കുന്നതെന്ന കാര്യം ശ്രദ്ധേയമാകുന്നു. മൽ ഖാരിഅ. എന്താണ് ആ ഭീകരസംഭവം? വമാ അദ്റാക മൽ ഖാരിഅ. ആ ഭീകരസംഭവം എന്തെന്ന് നിനക്കെന്തറിയാം? യൗമ യകൂനു الناس كالفراش المبثوث. ജനം ചിതറിയ പാറ്റകൾ പോലെ ആയിത്തീരുന്ന ദിവസമാണത്. وتكون الجبال كالعهن المنفوش. പർവ്വതങ്ങൾ ബഹുവർണ്ണത്തിലുള്ള കടഞ്ഞിട്ട കമ്പിളി പോലെയും ആയിത്തീരും. ഇവിടം വരെ അന്ത്യനാളിന്റെ പ്രഥമഘട്ടത്തെയാണ് പരാമർശിക്കുന്നത്. അതായത് ആ ഘോര സംഭവം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന്റെ ഫലമായി പ്രാപഞ്ചിക വ്യവസ്ഥകളാകെ താറുമാറാകും. അന്ന് മനുഷ്യർ ഭയചകിതരായി വിളക്കിന് ചുറ്റും ചിതറിപ്പറക്കുന്ന പാറ്റകളെപ്പോലെ പാഞ്ഞുകൊണ്ടിരിക്കും. കടഞ്ഞെടുത്ത ബഹുവർണമായ കമ്പിളി പോലെ പർവ്വതങ്ങൾ പാറി നടക്കും. മലകളുടെ നിറം മാറുന്നതുകൊണ്ടാണ് അവയെ ബഹുവർണമായ കമ്പിളിയോട് ഉപമിച്ചിരിക്കുന്നത്. പിന്നെ ആരുടെ തട്ട് ഭാരം തൂങ്ങുന്നുവോ? ഇവിടെ മുതൽ മനുഷ്യർ ഉയിർത്തെഴുന്നേറ്റ് ദൈവിക കോടതിയിൽ ഹാജരാകുന്ന അന്ത്യനാളിന്റെ 2ാം ഘട്ടം വർണ്ണിച്ചു തുടങ്ങുന്നു. അവൻ സന്തുഷ്ടമായ ജീവിതത്തിലേക്ക് കടക്കുന്നു. ആരുടെ തട്ട് ഭാരശൂന്യമാകുന്നുവോ? മനുഷ്യൻ പരലോകത്തേക്ക് കൊണ്ടുവന്ന കർമ്മങ്ങളാകുന്ന മൂലധനം തൂക്കമുള്ളതോ അല്ലാത്തതോ, അല്ലെങ്കിൽ അവന്റെ നന്മകൾക്ക് തിന്മകളേക്കാൾ തൂക്കമുണ്ടോ ഇല്ലേ എന്നതായിരിക്കും അല്ലാഹുവിങ്കിൽ വിധി തീർപ്പിന് ആധാരമായിരിക്കുക. ഈ വിഷയം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പ്രസ്താവിച്ചതാണ്.
അവ മുന്നിൽ വെച്ച് ചിന്തിച്ചാൽ ഇതിന്റെ ആശയം സ്പഷ്ടമായി ഗ്രഹിക്കാവുന്നതാണ്. സൂറ അൽ ആറാഫ് 8-9 സൂക്തങ്ങളിൽ പറയുന്നു, അന്നാളിൽ തൂക്കം സാക്ഷാൽ സത്യമാകുന്നു. ആരുടെ തട്ട് ഭാരം തൂങ്ങുന്നുവോ അവനായിരിക്കും വിജയം പ്രാപിച്ചവൻ. ആരുടെ തട്ട് ഭാരശൂന്യമാകുന്നുവോ അവർ തങ്ങളെ സ്വയം നഷ്ടത്തിലകപ്പെടുത്തിയവരാകുന്നു. സൂറ അൽ കഹഫ് 103 മുതൽ 105 വരെ സൂക്തങ്ങളിൽ പറഞ്ഞു, പ്രവാചകരെ അവരോട് പറയുക, സ്വന്തം കർമ്മങ്ങൾ ഏറ്റവും നിഷ്ഫലമായി തീരുന്ന ജനമാരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഐഹിക ജീവിതത്തിൽ സ്വന്തം അധ്വാന പരിശ്രമങ്ങൾ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരും തങ്ങൾ ചെയ്യുന്നതെന്തും ശരിയെന്ന് കരുതുന്നവരുമത്രേ അവർ. തങ്ങളുടെ റബ്ബിന്റെ സൂക്തങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചവരും അവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്ന് വിശ്വസിച്ചിട്ടില്ലാത്തവരുമത്രേ അവർ. അതിനാൽ അവരുടെ കർമ്മങ്ങൾ അത്രയും പാഴായിപ്പോയി. പുനരുദ്ധാന നാളിൽ നാം അവർക്ക് ഒരു തൂക്കവും കൽപ്പിക്കുന്നതല്ല. സൂറ അൽ അംബിയാ 47 സൂക്തത്തിൽ പ്രസ്താവിച്ചു, പുനരുദ്ധാന നാളിൽ നാം കൃത്യമായി തൂക്കുന്ന ത്രാസുകൾ സ്ഥാപിക്കുന്നതാകുന്നു. പിന്നെ ആരുടെ നേരെയും അണുതൂക്കം അനീതിയുണ്ടാകുന്നതല്ല. ഒരുവന്റെ കർമ്മം ഒരു കടുകുമണി തൂക്കമാണെങ്കിൽ പോലും നാം അത് ഹാജരാക്കുന്നതാകുന്നു. കണക്കു നോക്കാൻ തികച്ചും മതിയായവനത്രേ നാം. ഈ സൂക്തങ്ങൾ വ്യക്തമാക്കി തരുന്ന സംഗതി ഇതാണ്: ദൈവധിക്കാരവും സത്യനിഷേധവും സ്വയം തന്നെ ഭയങ്കരമായ തിന്മയാകുന്നു. തിന്മകളുടെ തട്ടിനെ അത് അനിവാര്യമായും പിടിച്ചു താഴ്ത്തും. നന്മയുടെ തട്ടിൽ തൂങ്ങുകയും ആ തട്ടിനെ പിടിച്ചു താഴ്ത്തുകയും ചെയ്യാനുതകുന്ന ഒരു നന്മയും സത്യനിഷേധിക്ക് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ വിശ്വാസിയുടെ തട്ടിൽ ഈമാൻ കൂടി തൂങ്ങും. അതോടൊപ്പം അയാൾ ഭൗതിക ലോകത്ത് ചെയ്ത സൽക്കർമ്മങ്ങളും. മറുവശത്ത് അയാൾക്കുള്ള തിന്മകൾ തിന്മയുടെ തട്ടിലും നിക്ഷേപിക്കപ്പെടുന്നു. അനന്തരം അയാളുടെ നന്മയുടെ തട്ടാണോ അതല്ല തിന്മയുടെ തട്ടാണോ കൂടുതൽ തൂങ്ങുന്നതെന്നും വീക്ഷിക്കുന്നു. അവന്റെ താവളം അഗാധഗർത്തമാകുന്നു. ഉമ്മുഹു ഹാവിയ എന്നാണ് മൂലവാക്യം. നേർതർജ്ജമ അവന്റെ മാതാവ് ഹാവിയ ആകുന്നു എന്നത്രേ. ഒരു വസ്തു ചെന്നു വീഴുന്ന ഗർത്തത്തെ ഹാവിയ എന്ന് പറയുന്നു. നരകം വളരെ അഗാധമായതുകൊണ്ടും നരകവാസികൾ മീതെ നിന്ന് അതിലേക്ക് എറിയപ്പെടുന്നതുകൊണ്ടുമാണ് നരകത്തെ ഹാവിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവന്റെ മാതാവ് ഹാവിയയാണ് എന്ന വാക്യത്തിന്റെ താൽപര്യം ഇതാണ്: ശിശുവിന് മാതാവിന്റെ മടിത്തട്ട് അഭയസ്ഥാനമാകുന്നതുപോലെ നരകാവകാശികൾക്ക് നരകമല്ലാതെ വേറെ അഭയസ്ഥാനമുണ്ടാവില്ല. അതെന്താണെന്ന് നിനക്കെന്തറിയാം? ആളിക്കത്തുന്ന നരകമാണത്. അതൊരു ഗർത്തം മാത്രമായിരിക്കുകയില്ല, ആളിക്കത്തുന്ന തീ നിറഞ്ഞതുമായിരിക്കും എന്നർത്ഥം.